നമസ്കാരം, ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. CBSEയുടെ 2 എക്സാം സിസ്റ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. അതായത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. 2025-26 അക്കാഡമിക് ഇയർ മുതൽ ഇനി CBSEയുടെ 10ാം ക്ലാസ് പരീക്ഷ 2 എക്സാം സിസ്റ്റത്തിലേക്ക് വരികയാണ്. From the 2025-26 academic year, CBSE is changing the board exam pattern for class 10. The system is designed as per the National Education Policy (NEP 2020) with the goal of reducing exam burden and giving students a fair chance to improve performance. 2025-26 അക്കാദമിക് ഇയർ മുതലാണ് ഈ ഒരു സിസ്റ്റം പ്രാബല്യത്തിൽ വരുന്നത്. ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020ൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കുട്ടികളിലെ പരീക്ഷാഭാരം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. അവർക്ക് അവരുടെ ആ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഫെയർ ചാൻസ് കൂടിയായിട്ടാണ് ഇത് കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാം സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ദി ന്യൂ എക്സാം സിസ്റ്റം. CBSE will now conduct 2 board exams in 1 academic year. അതായത് ഒരു അക്കാദമിക് ഇയറിൽ CBSE 2 ബോർഡ് എക്സാം നടത്തുന്നു. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി ടു മാർച്ച് ആണ്. അതാണ് മെയിൻ എക്സാം. ഫെബ്രുവരി ടു മാർച്ച് ആണ് മെയിൻ എക്സാം. സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ്. ഓപ്ഷണൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ്. അതായത് ഫെബ്രുവരി ടു മാർച്ച് നടക്കുന്ന എക്സാംസിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി മാർക്ക് വേണമെന്നൊക്കെ തോന്നുന്ന സ്റ്റുഡൻസിന് അവരുടെ ആ ഒരു എക്സാം നടന്നതിൻ്റെ ബേസിസിലുള്ള മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം, അതാണ് ഈ സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത്. എവറി സ്റ്റുഡൻറ്റ് മസ്റ്റ് റൈറ്റ് ദ ഫസ്റ്റ് എക്സാം. അതായത് ഫസ്റ്റ് എക്സാം എല്ലാവരും എഴുതണം സാധാരണ നടക്കുന്നത് പോലെ. സെക്കൻഡ് എക്സാം ഓപ്ഷണലാണ്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഫെയിലായിപ്പോയി എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. ഓക്കെ, ദ സെക്കൻഡ് എക്സാം ഈസ് ഓപ്ഷണൽ ഓൺലി ഫോർ ദോസ് ഹു വാണ്ട് ടു ഇംപ്രൂവ് മാർക്സ് ഓർ ഫോൾ അണ്ടർ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മാർക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുള്ള സ്റ്റുഡൻസ് മാത്രം ഈ ഓപ്ഷണൽ ആയിട്ടുള്ള സെക്കൻഡ് എക്സാം എഴുതിയാൽ മതി. ബെസ്റ്റ് പെർഫോമൻസ് അഡ്വാൻറ്റേജ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. CBSE will follow the best score policy. If a student writes both exams, the high score in every subject will be taken for the final result. അതായത് ആദ്യം ഒരു കുട്ടിക്ക് മാർക്ക് വന്നിരിക്കുന്നത്, ഇൻ കേസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 30 മാർക്സ് ആണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. ആ കുട്ടിക്കതൊരു കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു 40-50 മാർക്ക് വാങ്ങിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ട് എഴുതാം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് ഈ 30-ൽ താഴെയാണ് കിട്ടുന്നത് എങ്കിൽ 30 ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് എക്സാമിൽ 30-ൽ താഴെയാണ് കിട്ടുന്നത് എങ്കിൽ ആദ്യം 30 കിട്ടിയത്, ആ മാർക്കേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി 30-ൽ കൂടുതലാണ് രണ്ടാമത് നടന്ന പരീക്ഷയ്ക്ക് കിട്ടുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയപ്പോൾ കിട്ടിയത് എങ്കിൽ ആ മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയത് കൊണ്ട് ഒരു റിസ്ക് സംഭവിക്കുന്നില്ല. ഓക്കെ, അലൗഡ് സബ്ജക്ട്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സ്റ്റുഡൻസ് ക്യാൻ ഇംപ്രൂവ് മാക്സിമം 3 സബ്ജക്ട്സ് ഉള്ളിൽ. കുട്ടികൾക്ക് 3 സബ്ജക്ട്സ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇംപ്രൂവ്മെൻറ്റ് ഈസ് അലൗഡ് ഇൻ സബ്ജക്ട്സ് വെയർ റിട്ടൺ എക്സാം ഗ്രേറ്റർ ദാൻ 50% വെയിറ്റേജ് സച്ച് ആസ് മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, 2 ലാംഗ്വേജസ്. അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതി 50% വെയിറ്റേജിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് സാധ്യമാണ്. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സോ സയൻസോ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളോ ലാംഗ്വേജുകളോ ഒക്കെ ആയിട്ട് അത് വരാം. ഇനി സ്ട്രിക്റ്റ് എലിജിബിലിറ്റി റൂൾ. ദ ഫസ്റ്റ് എക്സാം മസ്റ്റ് ബി ടേക്കൺ സീരിയസ്ലി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൽ ഫസ്റ്റ് എക്സാമാണ് പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. If a student is absent in 3 or more subjects in the first exam, they will not be allowed for the second exam. Status will become essential repeat. ഒരു സ്റ്റുഡൻറ്റ് 3 അതിലധികമോ സബ്ജക്റ്റുകൾക്ക് പരീക്ഷ എഴുതുന്നതിൽ ആബ്സെൻ്റ് ആണെങ്കിൽ ആ ആൾക്ക് സെക്കൻഡ് എക്സാം, അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ അനുവദനീയമല്ല. അവിടെ സ്റ്റാറ്റസ് എസെൻഷ്യൽ റിപ്പീറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ 3 അതിലധികമോ എക്സാംസ് എഴുതുന്നതിൽ ആബ്സെൻ്റ് ആവരുത് എന്നുള്ളത് മനസ്സിലാക്കുക. Internal assessment and practicals. Practical or output or internal exams will happen only once in the entire academic year. ഇനി പ്രാക്ടിക്കൽ, ഔട്ട്പുട്ട് ഓർ ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ വർഷത്തിൽ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക.
before the first board exam there will be no separate practicals for the improvement exam. അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിനായിട്ട് പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നതല്ല. പ്രാക്ടിക്കൽ എക്സാം ഒരു തവണ നടക്കുള്ളൂ. അതിൻ്റെ മാർക്ക് അത് ഫസ്റ്റ് എക്സാമിനാണെങ്കിലും സെക്കൻഡ് എക്സാമിനാണെങ്കിലും ആ മാർക്ക് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി റിസൾട്ട്സ് ടൈം ലൈൻ. ഫസ്റ്റ് എക്സാം റിസൾട്ട് ഏപ്രിലായിരിക്കും, സെക്കൻഡ് എക്സാം റിസൾട്ട് ബൈ ജൂൺ 30 ആയിരിക്കും. സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. The syllabus, sample purpose and marking structure will remain same for both exams. അതായത് ഈ രണ്ട് എക്സാംസിനും സിലബസ് ആണെങ്കിലും സാമ്പിൾ പർപ്പസ് ആണെങ്കിലും മാർക്കിംഗ് സ്ട്രക്ചർ ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വിൽ കണ്ടിന്യൂ വിത്ത് 50% വെയിറ്റേജ് ടു ടെസ്റ്റ് റിയൽ അണ്ടർസ്റ്റാൻഡിങ് നോട്ട് മെമ്മറൈസേഷൻ. അതുപോലെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും അത് ആ ഒരു 50% വെയിറ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. Final takeaway. The new CBSE system offers two opportunities to perform, less pressure on students, higher chance to score better marks. അതായത് കുട്ടികളിൽ പരീക്ഷയുടെ ആ ഒരു പ്രഷർ കുറയ്ക്കുക, അതുപോലെ തന്നെ ബെറ്റർ മാർക്സിലേക്ക് എത്താനുള്ള ഒരു ഹയർ ചാൻസ് കൊടുക്കുക, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റുഡൻസ് മസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് എക്സാം സീരിയസ്ലി. അത് മറക്കണ്ട, ഫസ്റ്റ് എക്സാം തന്നെയാണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. പ്ലാൻ സ്റ്റഡി സ്മാർട്ട്ലി ടു അവോയ്ഡ് ദ എസെൻഷ്യൽ റിപ്പീറ്റ് കാറ്റഗറി. ഒരിക്കലും നിങ്ങൾ എസെൻഷ്യൽ റിപ്പീറ്റ് കാറ്റഗറിയിൽ പെടാതെ തന്നെ ഈ ഒരു സ്റ്റഡീസൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദംസ് അക്കാദമിയിൽ CBSE ട്യൂഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.